ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1925. ഇന്ന് ഏപ്രിൽ മാസം 8-ാം തീയതി, 98-ാമത്തെ ദിവസത്തിലെത്തി. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പിരക്കുന്നതില് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 7 അനുതാപത്തിന്റെ സങ്കീർത്തനങ്ങളുണ്ട്. അവയിലൂടെയൊക്കെ കടന്നു പോകേണ്ടതാണ് ഓരോരുത്തരും. 6, 30, 38, 51, 102, 130, 142 ഈ അനുതാപത്തിന്റെ സങ്കീർത്തനങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 51-ാമത്തെ സങ്കീർത്തനമാണ്. ഏറ്റവും ദീർഘവും പാപത്തെയും അനുതാപത്തെയും കുറിച്ച് ഏറ്റവും സമഗ്രമായ അറിവും ദിശാബോധവും നൽകുന്നു. നാഥാൻ പ്രവാചകന്റെ കുറ്റാരോപണം ഉണർത്തിയ പാപബോധത്തിൽ നിന്ന്, ആ ഒരു തകർച്ചയിൽ നിന്ന്, ആ സമയത്ത് ദാവീദിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയതാണ് ഈ അനുതാപ സങ്കീർത്തനം. പാപത്തെ സൂചിപ്പിക്കാനായിട്ട് 3 വ്യത്യസ്ത പദങ്ങൾ, എന്നാൽ പരസ്പരം ചേർന്നു പോകുന്ന 3 പദങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന് അതിക്രമങ്ങളാണ്. ഹീബ്രുവിലാണ് ഇത് എഴുതിയത്. മലയാളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ് ഗുരുക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് അതിക്രമങ്ങളാണ്. അതിര് കടക്കുക, അതിർത്തി ലംഘിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ദാവീദിന്റെ പ്രവൃത്തി അതിരുകളെ മറികടക്കുന്നതായിരുന്നു. വ്യഭിചാരവും കൊലപാതകവും ഒക്കെ അതിർത്തി ലംഘനത്തിന്റെ ഉദാഹരണമാണ്. 2-ാമത്തെ സൂചന അകൃത്യമാണ്. അധർമ്മം, ശിക്ഷാർഹമായ കുറ്റകൃത്യം എന്നൊക്കെ ഇതിനെ വേണമെങ്കിൽ വിവർത്തനം ചെയ്യാം. അരുതാത്ത ചെയ്യുക, കരുണയില്ലാത്ത പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കാതിരിക്കുക, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ നശിപ്പിക്കുക. ഇതാണ് പാപത്തിന് 2-ാമത്തെ മാനം. 3-ാമത്തേതാവട്ടെ കുറച്ചും കൂടി കഠിനമാണ്. അത് ലക്ഷ്യം തെറ്റുക എന്നാണ്. ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ വരിക, വഴിതെറ്റുക, തെറ്റ് ചെയ്യുക എന്നൊക്കെയാണ് വാചാർത്ഥം. ദൈവനിശ്ചിതമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ വഴിതെറ്റിപ്പോകുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിക്കാം. ശൗൽ ദാവീദിന് മുമ്പിൽ കുറ്റമേറ്റു പറയുന്നുണ്ട്. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 26-ാം അധ്യായത്തിൽ. അപ്പോൾ ശൗൽ പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്റെ മകനെ ദാവീദേ, നീ തിരിച്ചു വരിക. ഞാൻ ഇനി നിന്നെ ഉപദ്രവിക്കുകയില്ല. ഇത് മനുഷ്യനോട് ചെയ്യുന്നത്. ദൈവത്തോടുള്ള മനുഷ്യന്റെ ബന്ധത്തിൽ സംഭവിക്കുന്ന ഇടർച്ചകളും ഈ ലക്ഷ്യം തെറ്റിൽ പാവമാകാം. ഇസ്രായേൽ ജനത്തിന്റെ നിരവധി കുറ്റകൃത്യങ്ങളെ അക്കമിട്ട് നിരത്തുന്നുണ്ട്. യിരെമ്യാ പ്രവാചകൻ ദൈവ ശിക്ഷാവിധി പ്രസ്താവിക്കുന്നുമുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലാണ്. പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ ഇതാ കുറ്റം വിധിക്കുകയാണ്. കുറെ കൂടി നമ്മൾ ഒന്ന് മനുഷ്യനായി മാറാനായിട്ട്, മനുഷ്യത്വത്തെ കൂട്ടുപിടിക്കാനായിട്ട്, അനുകമ്പയും അനുഭാവവും പ്രകടിപ്പിക്കാനായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അതിന് ഓരോരുത്തരുടെയും ജീവിതത്തിൽ കിട്ടുന്ന അവസാന ഊഴമാവാം ഈ നോമ്പുകാലം. ധൃതിയിൽ അതിനെ ഒന്ന് പ്രയോജനപ്പെടുത്തണമേ. ആമേൻ.